മോഹം ഭയങ്കരമായിട്ട് മനസ്സിലിച്ചു. അതിൻ്റെ കാരണക്കാരൻ ഈ കാരണഭൂതൻ ഗോപാലകൃഷ്ണൻ സാറാണ്. കാരണം 2001 ഞാൻ ഭീമാചരൺ പോളിസി തീരുന്ന ദിവസം 6 പോളിസി, കാരണം 30-ാം തീയതിയാണല്ലോ പോളിസി തീർന്നത്. 2001 30-ാം തീയതി വരുമ്പോൾ ഒരു 6 പോളിസിയായിട്ടാണ് ജോയിൻ ചെയ്തിട്ടാണ് 5 പോളിസി അന്ന് കൊടുത്തതിനാണ് നമ്മളന്ന് അവിടെ മീറ്റിംഗ് നടത്തിയത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും കെട്ടിപ്പിടിക്കുകയും കാലത്തൊട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ആരാണെന്ന്. LICയിലല്ലേ, ആരാന്ന് അറിയില്ലല്ലോ. LICയിൽ വരുന്ന സമയത്ത് നമുക്ക് ആർക്കും ഒന്നും അറിയില്ലല്ലേ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്താണ് സാറിന്, ഞാൻ പരിചയപ്പെട്ടു. സാർ എൻ്റെ പേര്, എനിക്ക് ഇടിച്ചു കയറാനൊരു മനസ്സ് എപ്പോഴും ഉണ്ട്. ഞാൻ ഇടിച്ചിടിച്ച് എവിടെയെങ്കിലും നുളഞ്ഞ് കയറും. അപ്പോൾ സാർ കളക്ടറോട് നിൽക്കുന്നൊരു പടം വിനോദ് സാർ വരുന്നത്. ഓക്കെ, ഞാൻ സാർ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈവക്കണം കേട്ടോ, ഞാൻ വേറെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ഗോപാലകൃഷ്ണൻ സാറോട് ചോദിച്ചു, സാറേ എന്താ സാറിനെ എല്ലാവരും വന്ന് ഇങ്ങനെ നോക്കുന്നത്? പറഞ്ഞ് ഞാൻ MD-RT ആയെന്ന് പറഞ്ഞു. ഞാൻ സാർ അതെന്ന് MD-RT, അതൊരു ഗ്ലോബൽ അംഗീകാരമാണ് MD-RT. അപ്പം ഞാൻ സാറേ എത്ര പോളിസി ചെയ്താൽ പറ്റും, അത് എത്ര മാസം ഏജൻസി എടുത്തിട്ട്? ഞാൻ പറഞ്ഞു ഞാൻ 1 മാസം. അത് പറ്റില്ല, താങ്കൾക്കൊന്നും പറ്റില്ല. പറഞ്ഞ സാറേ പറഞ്ഞു താങ്കൾക്കിത് പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു സാർ എങ്ങനെ ചെയ്തത്? അത് എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, അത് വായിച്ച MD-RT ആണ്. ഞാൻ 80 രൂപ, തെറ്റാണെന്ന് പറയട്ടെ കേട്ടോ, 80 രൂപ കൊടുത്ത് ആ പുസ്തകം ഞാൻ 2001 വാങ്ങി. 80 രൂപ കൊടുത്തത് വാങ്ങി. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് കൂടി വാങ്ങി, കാരണം ഈ MD-RT എന്താണെന്ന് അറിയില്ലല്ലോ, അവർക്കും കൂടെ അത് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞ് ഒരു MD-RT ആയ ഒരാളുണ്ട്, അതുകൊണ്ട് ആ പുസ്തകം വാങ്ങിയാൽ നിങ്ങൾക്കും അത് ആകാമെന്ന്. അങ്ങനെ അന്ന് എത്രയോ പുസ്തകം, എത്ര സാറേ 80 പുസ്തകം ഞാൻ സാറിനോട് വാങ്ങി അവർക്ക് കൊടുത്തു. LICയിൽ വന്നിട്ട് 1 മാസം ആയിട്ടുള്ള നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് കൈയടിക്കാൻ പറ്റുന്നില്ലേ? 80 പുസ്തകം വാങ്ങിക്കൊടുത്ത് എന്തിനാണ് ചെയ്തത്? 80 പേരും രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ, അല്ലാതെ ഈ സാറിന് പൈസ കിട്ടാൻ വേണ്ടിയല്ല. അന്ന് മുതലാണ് MD-RT മോഹം മനസ്സിൽ വെച്ചത്. പക്ഷെ ഒരുപാട് ജീവിത പ്രാരാബ്ദം ഉള്ളത് കൊണ്ട് എങ്ങും എത്തിയില്ല. അത് വസ്തുത, നിങ്ങളോട് പറയാതിരിക്കില്ല, വേറെ ആരുമില്ലല്ലോ. കാരണം കഷ്ടപ്പാടുള്ളതുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേറെ അവിടെ ചാടുന്നു ഇവിടെ ചാടുന്നു എല്ലാം ചെയ്യുന്നു, നെറ്റ്വർക്ക് ചെയ്യുന്നു, ബോഡി കെയർ ചെയ്യുന്നു, അവ ചെയ്യുന്നു തുടങ്ങി സർവ്വത്. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് ഏത് നെറ്റ്വർക്ക് വന്നോ ഫസ്റ്റ് എന്നെ തേടി അവരെത്തും. കാരണം ഞാൻ ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക്. എവിടെ ആരും എന്ന് പറയുന്ന ഞാൻ അത് ചാടും. പലിശക്കെടുക്കും കൊടുക്കും, പലിശക്കെടുക്കും കൊടുക്കും. അവിടെ വിജയിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ഇപ്പൊ ഇവിടെ നമ്മൾ LICക്കാർ 10 ലക്ഷം കിട്ടിയാൽ എത്രയുണ്ട് കമ്മീഷൻ? 5 ലക്ഷം. ശരിയല്ലേ പബ്ലിക്കിന്? പക്ഷേ മൾട്ടി ലെവൽ അങ്ങനെയല്ല. നീ ഇവിടെ പറഞ്ഞാൽ ഞാൻ ഇവിടെ കോടികൾ വരും എന്നാണ് എഴുതുന്നത്. ശരിയല്ലേ? നീ ഞാനും പിന്നെ നമുക്ക് താഴെ കോടിയാ കാണിക്കുന്നത്. അത് ഇല്ലാത്ത സാധനം പെരുപ്പിച്ച് കാണിക്കും. ഇങ്ങനെ കോടി കേട്ട് 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 ഒരു 20 വർഷം പോയി. 20 വർഷം നെറ്റ്വർക്കിന്റെ പുറകിന് പോയി. വിനോദ് സാറ് അന്ന് ക്ലർക്കായിട്ടിരുന്നു. സാർ ഇവിടെ നിന്ന് പോയി. തിരിച്ച് സാറ് വന്നപ്പം ഒരു കോള് വരുന്നു, ഞാൻ അമ്പലപ്പുഴയിൽ എത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സാറേ എങ്ങനെയാ? ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ട് പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്ത് നശിച്ച് വെണ്ണീരിറങ്ങി, പലിശ എടുക്കുക. ഈ പൊതുപ്രവർത്തനം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ടേൺ പഞ്ചായത്ത് മെമ്പറായിരുന്നു, പിന്നെ ബ്ലോക്കിൽ തോറ്റ് മത്സരിച്ച് തോറ്റുപോയി 6 വോട്ടിൽ. എങ്കിൽ അവരുടെ പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ ജയിച്ച മെമ്പറാണ്. എല്ലാവരും നാട്ടിൽ വരും. പക്ഷെ പബ്ലിക്കിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതായിട്ട് നടന്ന കഥയില്ലല്ലോ. അപ്പോൾ ഒരു ഹസ്ബൻഡിന് വിദ്യാർത്ഥിത്തിൽ പൈസ ഉള്ളവരാ, അവർ 2 സെൻറ്റ് ഹസ്ബൻഡ് വിറ്റ് തരും, കടം തീർക്കും. പിന്നെ 2 സെൻറ്റ് വിറ്റ് തരും, കടം തീർക്കും. ലാസ്റ്റ് എൻ്റെ അടുത്തോളം തിരിച്ചെൻ്റെ വീട്ടിൽ പൊക്കോളാൻ പറയും. ഇനി പറ്റില്ല, കാരണം ഈ നെറ്റ്വർക്കിൻ്റെ പറഞ്ഞില്ല സാർ. കാരണം കോടികൾ കേൾക്കുമ്പോൾ കടം തീർക്കണം. അങ്ങനെ ഈ വിനോദ് സാർ വന്ന കുറച്ച് ബിസിനസ് ചെയ്യാൻ പറഞ്ഞു. 2022 വീണ്ടും എനിക്ക് MD-RT മോഹം ഉദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു മഹാഭാഗ്യം, നമ്മൾ ചെയ്തതൊക്കെ ആയിരിക്കാം, ഒരു മഹാഭാഗ്യം. ഒരു വലിയ കസ്റ്റമറെ പോയി കണ്ട് ഒന്നും അറിയില്ല പറയാൻ, പോളിസി ഒന്നും അറിയില്ല, കാരണം നെറ്റ്വർക്കല്ല മനസ്സിൽ കിടക്കുന്നതല്ല. പ്രൈവറ്റ് നായരുടെ ട്രെയിനിങ്ങിൽ കയറി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സുനിത നല്ല കഴിവുള്ള കുട്ടിയാ, നിനക്ക് MD-RT ആകാം. അപ്പോൾ MD-RT മനസ്സിൽ കിടക്കുക. അപ്പം എൻ്റെ ബ്രാഞ്ചിൽ 2 ആൾക്കാരേ ഉള്ളൂ, ഒന്ന് KCR-ഉം ഒന്ന് ഷിബുവും. ഈ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവരുടെ ഫോട്ടോ ഈ മാറ്റത്തേ ഇല്ല, വർഷങ്ങളായിട്ട് ഈ ഫോട്ടോ അവിടെ ഇരിക്കുക. അപ്പം MD-RTയുടെ പീരീഡ്സ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ, ജനുവരി ടു ഡിസംബർ ആണെന്നൊന്നും അറിയില്ല. ഇവരോട് ചോദിച്ച് ഇവർ പറയും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങളെപ്പോഴവർക്കുള്ള സാധനമാണ് ഇതെന്താ കിരീടം അവരുടെ തലയിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഫോട്ടോ, എൻ്റെ ഫോട്ടോ അവിടെ വരണമെന്ന് ഉറപ്പിച്ച് ഞാൻ വിനോദ് സാറിനോട് പറഞ്ഞു, വിനോദ് സാർ അടുത്ത പ്രാവശ്യം ഫോട്ടോ ഇവിടെ വെക്കുമ്പം പ്രദീപ് എന്ന് പറഞ്ഞ സാറുണ്ട്, പ്രദീപ് സാർ, നിങ്ങൾക്ക് അറിയോ? ഇരിങ്ങാലക്കുടയിലാണ് ഇപ്പോൾ
സാർ എൻ്റെ 20 വർഷം മുമ്പ് പരിചയക്കാരാണ്. സാർ പറഞ്ഞു, മാഡം ഞാനും വിനോദമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ ഞാൻ MDRT ആക്കും, നിങ്ങൾ പ്രപ്പോസൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് വിനോദം അത് അൺറൈറ്റ് ചെയ്ത് തരും, ഞാനിത് പാസ്സാക്കി ഭഗവാന് കൊടുത്ത് തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി സാറേ വരാമെന്ന്. ഞാൻ നോക്കും ഇവർ പോട്ടെ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ നടുക്ക് ഞാൻ വന്ന് കയറി ഇരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ട് പോയി. ഞാൻ ചെന്നു. ഡോക്ടറെ കോളേജ് പറയുന്നു, കോളേജ് പറയാൻ അറിയില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു താൻ എന്താ ലീവ് തരാൻ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ് പ്രതാപൻ ചേട്ടൻ എന്ന് പറയും. പ്രതാപൻ ചേട്ടൻ പറഞ്ഞു, പ്രതാപൻ ചേട്ടാ എനിക്ക് നല്ല ലീഫ്ലെറ്റ് ഡോക്ടർമാർക്ക് കൊടുക്കാനുള്ള ലീഫ്ലെറ്റ് അവിടെ ഉണ്ടെന്ന് ചോദിച്ചു. അത് പ്രേവണസ് നായർ എന്ന് പറഞ്ഞ ട്രെയിനറുണ്ട്, അവിടെ കയറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എത്ര 8,000 ഞാൻ അടച്ചേക്കാന്ന് പറഞ്ഞു. ആ സുഹൃത്ത് പൈസ അടച്ചതിന് വേണ്ടി അന്ന് മുതൽ എൻ്റെ നക്ഷത്രം തെളിഞ്ഞു. ദൈവസഹായിച്ച് നിൽക്കുന്ന നിൽപ്പ് വരെ ഇപ്പോൾ വരെ ഇന്നലെയും കൂടി പ്രവീൺ സാറിൻ്റെ ഫയർ എന്ന് പറയുന്ന കോഴ്സ് കഴിഞ്ഞിട്ട് വന്നാൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചൊരു ബ്രോഷർ തന്നു, ഒരു ഡോക്ടറെ കൊണ്ട് കൊടുത്ത് ആ വീട്ടിൽ നിന്ന് 4 കോടി എഴുതി. അച്ഛൻ്റെ 40 ലക്ഷം, അമ്മയുടെ 40 ലക്ഷം, മകളുടെ 40 ലക്ഷം, മകൻ്റെ 40 ലക്ഷം ക്വാർട്ടർലി പ്രീമിയം ഫസ്റ്റ് ചെക്കുമായി വിനോദ് സാറിൻ്റെ അടുത്ത് വരുന്നത്. ഇത് ട്രഷറി ചെക്ക് ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ ട്രഷറി ചെക്ക്? അപ്പം ഞാൻ സാറേ ഞാൻ ഓട്ടോ പിടിച്ചാൽ വരുന്നത്, ഈ പൈസ രാത്രി 10 മണിക്ക് ശേഷം BOC അടച്ചാൽ മതി എന്ന് പറഞ്ഞു. പെർമിഷൻ മേടിച്ചു. ഞാനും വിനോദ് സാറും ജെസ്സി മാഡം രാത്രി 10 മണിക്ക് ആ ചെക്ക് എടുക്കുന്നത്. കാരണം ആ ഡോക്ടർ നാട്ടുപുറത്ത് അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്, ഒരു പ്രൊഫസറാണ്. അപ്പം പുള്ളിയുടെ പേര് കണ്ടാൽ തന്നെ ഞങ്ങളുടെ നാട്ടുപുറത്ത് എല്ലാവർക്കും അറിയാം. പിന്നെ അവിടെ ഇടിയും പരവാസലിയായിരിക്കും. അതുകൊണ്ട് ഞാൻ 10 മണിക്ക് ഫസ്റ്റ് ചെക്ക് ദൈവത്തിന് കൊടുത്തു. ഇന്ന് വരെ ഇപ്പോഴും 30 ലക്ഷം രൂപയുടെ 3 ചെക്ക് എൻ്റെ പേഴ്സിലുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ബാഗ് കാണിക്കാം, എൻ്റെ ബാഗ് അവിടെ ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ അങ്ങോട്ട് തൊട്ടതെല്ലാം പൊന്നാക്കി. അതിൻ്റെ മുന്നിൽ കുറേ സ്ട്രഗിൾ ചെയ്തു കേട്ടോ ഈ പോളിസി ആക്കാൻ. ഞാൻ പോളിസി MDRT ആകുന്നത് 2023 ആദ്യത്തെ MDRT ആണ്. അത് സമയം 11:55. ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടാവും. 11:55 9 മണി തൊട്ട് ഞങ്ങൾ അതിൻ്റെ ഡിസിഷൻ എടുത്താലും പറഞ്ഞുതരാം. ഞങ്ങൾക്ക് അന്ന് ആ പ്രപ്പോസൽ ഡിസിഷൻ വരുന്നത്, പക്ഷെ കുറേ പേപ്പറുകൾ കയ്യിൽ വേണം. ഇത് എത്രയും പെട്ടെന്ന് ലാസ്റ്റ് ഡേ അല്ലേ എറണാകുളത്ത് കൊടുക്കണം. എൻ്റെ ബ്രാഞ്ചിലേക്ക് പിറവത്തെ SO മാനേജർ വരുന്നു, നൗഷാദ് സാർ വരുന്നു. എനിക്ക് നൗഷാദ് സാറൊന്നും അറിയില്ല. ഞാനിങ്ങനെ തീ പൊള്ളി നിൽക്കുക, ഇങ്ങനെ വെന്തൊഴുകി നിൽക്കുക. കാരണം ഈ പേപ്പർ വിനോദ് സാർ ലെറ്ററിൽ എഴുതി തരുന്നത് 4:30 മണി അല്ലേ, 4:30 മണിയായി. ഈ സാർ എന്തിനു വന്നായിരുന്നു നൗഷാദ് സാർ ഓർക്കുന്നില്ല, ഇപ്പം അത് മെമ്മറി പോയി. ആ നൗഷാദ് സാർ എന്തോ ഒരു കാരണം അന്നത്തെ ടെൻഷനല്ലേ, എന്തോ ഒരു കാര്യം എൻ്റെ ബ്രാഞ്ചിൽ അത് നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് ഒരാളെ മേളിൽ നിന്ന് ഒരാൾ വിട്ടതാണ്. നൗഷാദ് സാർ പറഞ്ഞ ഒരാൾ വരുന്നു. അപ്പം ഞാൻ എന്നോട് വിനോദ് സാർ പറഞ്ഞാൽ എളുപ്പം പോയിട്ട് വരണം, അടുത്ത വഴിയാണ് എറണാകുളം. ഞാൻ പറഞ്ഞു സാറേ ഞാൻ എങ്ങനെ പോകുന്നു? അപ്പോൾ ഈ സാർ ഇത് കേട്ടോണ്ട് ചോദിച്ചു, മാഡം നിങ്ങളാരാ? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഇന്ന് MDRT ആകാൻ നിൽക്കുന്ന ഏതിനാണ്, നിങ്ങൾക്ക് എവിടെ പോകണം? ഞാൻ പറഞ്ഞു സാറേ എനിക്ക് എറണാകുളം. ഞാൻ സാറാരാ? ഞാൻ വിനോദ് സാറെ കാണാൻ വന്നതാണ്, എൻ്റെ പേര് നൗഷാദ് എന്ന പിറവത്ത്. ഞാൻ ഒന്നുമില്ല സാർ അന്ന് എന്നെ വിടാമെന്ന് ചോദിച്ചു, പരിചയപ്പെടുന്നില്ലല്ലോ. ആ സാറ് നല്ല മനസ്സ് എന്നെ കൊണ്ട് 100-110 കത്തിച്ച് 7:45 മണിക്ക് എന്നെ ബ്രാഞ്ചിലാക്കി. ആ സാറ് പിറവത്തേക്ക് വരുമായിരുന്നു. ബാക്കി CB സാറായിരുന്നു MD മാനേജർ. ഡിസിഷൻ ഇട്ട് തരുന്ന രാത്രി 10:30 മണി. നിങ്ങൾ ആലോചിക്കണം, എനിക്ക് മെട്രോയിൽ കയറാൻ അറിയില്ല, മെട്രോയിൽ കയറാൻ പേടി, ശരീരം എല്ലാം വിറയ്ക്കുന്നു. ഈ CB സാറ് MD മാനേജർ അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഈ കുട്ടിയെ മെട്രോയിൽ കയറ്റി വിടണം. കാരണം 11 മണി 11:50 ഇനി 1.5 മണിക്കൂർ എൻ്റെ മുമ്പിലുള്ളൂ. ഞാൻ അവിടെ ഒരു കസ്റ്റംസ് കമ്മീഷൻ്റെ പോളിസി കൊണ്ടുവരാം. പുള്ളി ഹാൻഡിക്യാപ്ഡാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞു സാറേ എനിക്കിങ്ങനെ ഇന്ന് രാത്രി ഒരു വലിയ പൊസിഷനിൽ എത്താനുള്ളതാണ്, എന്നെ ഒന്ന് വിടാമെന്ന് ചോദിച്ചു. ആ വികലാംഗനായ മനുഷ്യൻ എന്നെ ഇവിടുന്ന് വണ്ടിയിൽ കസ്റ്റംസ് ഓഫീസറാണ്, സൂപ്രണ്ടാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലെ, എന്നെ 11 മണിക്ക് അവിടെ എത്തിച്ച് രാത്രിയിൽ. 11:55 ആകുന്നു. സാറ് ക്യാപ്ച ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. 11:52 വരെ ക്യാപ്ച വന്നില്ല. എൻ്റെ കിളി പോയി. കാരണം MDRT സ്വപ്നമാണ് കഴിയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആദ്യത്തെ MDRT ആയപ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. ആദ്യത്തെ MDRT സുഖം അനുഭവിച്ചേ ആരുണ്ട്? ഒരു വല്ലാത്ത സുഖം അല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സുഖം. MDRT ആകാൻ ഇരിക്കുകയാണ്. 11:53 ക്യാപ്ച വരുന്നില്ല. വിനോദ് സാറ് പറഞ്ഞ് സുനി ഇനി ഇത് നടക്കത്തില്ല. കാരണം 12 മണിക്ക് 7 മിനിറ്റേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു വലിയ കാര്യം കൂടി ഉണ്ട്. എനിക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഇല്ല. ഒരു ഡെവലപ്മെന്റ് ഓഫീസർ റിക്വസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷെ പുള്ളിക്ക് 8 മണിക്ക് മെയിൽ വന്ന് അപ്രൂവൽ ആകാൻ, പുള്ളി അത് നോക്കിയിട്ടില്ല. ഞങ്ങൾ പഴയ എനിക്ക് ഡയറക്റ്റ് ബോർഡിൽ കിടക്കുകയാണ്. അവസാനം ഞാൻ ആ സാറിനെ വിളിച്ചു, സാറേ ഞാൻ MDRT ആകാൻ പോവാ, സാറിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ വിനോദ് സാർ പറഞ്ഞു മെയിൽ വന്ന് കിടപ്പുണ്ട്, സുനി അറ്റാച്ച് ചെയ്തെന്ന് പറഞ്ഞു. ശരിയല്ല സാറേ? സാർ അപ്പം തന്നെ പുള്ളിയെ വിളിച്ചു വരുത്തി. സാറ് ഡെവലപ്മെന്റ് ഓഫീസർ കോഡ് അടിച്ച് കയറ്റി ഒന്ന് ടാബ് അടിച്ച് കയറി തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടെ കൂടെയായി. പുള്ളി അറിഞ്ഞിട്ടില്ല ഞാൻ MDRT ആകാൻ പോവാന്ന്. കാരണം പുള്ളിക്ക് അപ്രൂവൽ കിട്ടിയിട്ടില്ല. 11:55 13 സെക്കൻഡ് ആയിട്ടുണ്ട്.
1 വർഷം പണിയെടുത്തത്. പക്ഷെ അപ്പൊ പണിയെടുക്കുന്നതിന് പ്രതിഫലം മേളിൽ ഇരിക്കുന്നതൊന്നും കിട്ടും. ശരിയല്ലേ? കറക്റ്റല്ലേ സാറേ? കുളിയിൽ പിടിച്ചിട്ടുണ്ടാ. കാരണം വേറൊന്നുമല്ല, എൻ്റെ നാട്ടുപുറത്തെ ഭാഷയിൽ കുളിയിൽ പിടിച്ചെന്ന് തന്നെ പറയും. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അപ്പം ചിലപ്പോൾ 1 വർഷം പ്രതിഫലം കിട്ടില്ല. 1 മാസമോ 2 മാസം കഴിഞ്ഞ് നമ്മളെ തേടിയെത്തും. ഇന്ന് നിങ്ങളോട് പറയാം, ഞാൻ LICക്കായിട്ട് ഇറങ്ങുന്നില്ല. സത്യത്തിൽ ഇന്ന് എനിക്ക് താനെ വന്നു ചേരും. എനിക്കിനി COT ആകാൻ ഒരു 30-32 ലക്ഷം മതി. എൻ്റെ കയ്യിൽ 30 ലക്ഷത്തിന് മുകളിൽ ചെക്ക് ഇരിക്കുന്നുണ്ട്. കാരണം അതിന് ചെറിയ സാങ്കേതിക വശങ്ങളാണ്. പേപ്പേഴ്സ് എല്ലാം കറക്റ്റാണ്. ഈ ഡിസിഷൻ എടുത്തെടുത്ത് അവർക്ക് തോന്നുന്നതൊക്കെ ചോദിക്കല്ലോ, അതിന് പോട്ടെ, അതൊക്കെ സെക്കൻഡറിയാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് ഇത് മറ്റൊന്ന് മറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തരത്തില്ല. കോൺട്രാക്ട് സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. സാലറി സർട്ടിഫിക്കറ്റ് തന്നു, ഇൻകം ടാക്സ് തന്നു, സർവ്വം തന്നു. ഇവർ ചോദിക്കുന്നത് എൻ്റെ ആധാരം വേണം. ഞാൻ തരത്തില്ല. അയാൾ ചെയർമാൻ കത്തെഴുതിയിരിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് പോളിസി തരുന്നില്ല. അപ്പം ഞാനിപ്പോൾ COT ആണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാകണം. ഞാൻ COT ആണെന്ന്. അപ്പോൾ ഒരു ചെറിയ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. ഇത് ഇനി ഇപ്പോഴും ഞാൻ അതിനുശേഷം തൊട്ടതെല്ലാം പൊന്നാക്കി. കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഞാൻ ഒരേ ഒരു COT, ലേഡി COT, ബാക്കി 2 പേരുണ്ടായിരുന്നു. കൃഷ്ണകുട്ടിയും PS ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡിവിഷനിൽ നടുക്ക് ഞാൻ അന്ന് MDRT ആകണമെന്ന് നടുക്ക് ഉദ്ദേശിച്ച് പോകുന്ന ആൾക്ക് എനിക്ക് ഡിവിഷനിൽ തന്നെ വന്ന് നടുക്കിരിക്കാൻ പറ്റി. അപ്പുറം 2 പേര് ഞാൻ ഓർക്കുന്നുണ്ടോ? COT കഴിഞ്ഞ 2 വർഷം ഞാൻ മാത്രം. അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞാൻ COT ചെയ്തു. കഴിഞ്ഞ വർഷം ഡബിൾ MDRT ആണ്. കഴിഞ്ഞ വർഷം സ്ഥലം കൊണ്ട് വരുമ്പോൾ ഒരു ചെക്ക് ഉണ്ടായിരുന്നു. ഇതുപോലെ ചെക്കിൽ ഇട്ട് കുളവാക്കി കസ്റ്റമർ തന്നില്ല. ചെക്ക് തിരിച്ചു മേടിച്ചു. അല്ല കഴിഞ്ഞ വർഷം COT ആയതിന്. ഇപ്പോഴും ആലപ്പുഴ ബ്രാഞ്ചിന്റെ ഫസ്റ്റ് MDRT കഴിഞ്ഞ 7-ാം തീയതി, ഈ മാസം 7-ാം തീയതി ഡബിൾ MDRT ചെയ്തു. സ്ട്രഗിളൊന്നും ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ഇതാണ് എൻ്റെ കുടുംബം. ഇനി ആദ്യത്തെ കൊടുക്കുമ്പോൾ സാർ $1 മില്യൺ. ഞാൻ ആദ്യത്തെ MDRT ഞാൻ ആദ്യം സ്ഥലമല്ലല്ലോ ഇപ്പൊ MDRT പണം വന്നില്ല. ഇത് ഞാൻ MDRT ആയപ്പോ നിങ്ങൾ വായിച്ചേ, ഈ ഒരു സാധനം എന്നെ തേടിയെത്തി. നിങ്ങൾക്ക് വല്ല കഥയുണ്ടോ? ഇല്ല. പക്ഷെ ഒരുപാട് കഥകളുണ്ട്. എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ ചെളിക വരുന്ന ജോലിയാണ്. ചെളി എന്ന് പറഞ്ഞാൽ അറിയാം ഇവിടെയൊക്കെ. കട്ട എന്ന് പറഞ്ഞാൽ അറിയില്ല. എന്താ ഇവിടുത്തെ ഭാഷ പറ. കക്ക, മണലിന്റെ കൂടെയുള്ള സാധനം. വെള്ളത്തിൽ നിന്ന് മുങ്ങി കക്കയല്ല വെള്ളത്തിന് കൂടെയുള്ള ചെളിയില്ലേ, ചെളി കറുത്ത ചെളി, അതുപോലെ തെങ്ങിന് വളമായിട്ടുണ്ട്. അതാണ് അച്ഛൻ്റെ തൊഴില്. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പണ്ട് ഞങ്ങൾ 3 സ്ത്രീകള് ഓരോരുത്തരുടെ വീട്ടിൽ പോകുമ്പോൾ അവർ കയറ്റി കടത്തത്തില്ല. കാരണം 3 പേരും നമ്മൾ 3 പെമ്പിളല്ല, അവർക്കൊക്കെ ബാധ്യതയാകുമെന്ന് പേടിച്ചിട്ട് കടത്തത്തില്ല. കാരണം നാളെ അവർക്കൊരു ബാധ്യതയായി മാറിയാലോ എന്ന്. അപ്പൊ ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇടാ, അമേരിക്കക്കാരൻ്റെ മോളാ സുധാകര, അങ്ങനെയായി നിന്റെ മോൾ അമേരിക്കയിൽ എത്തിയല്ലോ. എടാ നീ ഭാഗ്യവാനാ, നീ ചെളികുത്തുന്ന സുധാകരനല്ല, ഇപ്പം നീ അമേരിക്കയിൽ പോയ സുനിയുടെ അച്ഛനാണ്. ഇന്ന് എൻ്റെ അച്ഛനെ ചെളികുത്താൻ പോയ സുധാകരനെ ഇന്ന് അമേരിക്കയിൽ പോയ സുനിതയുടെ അച്ഛനാക്കി ഇന്ന് സമൂഹത്തിന് മുമ്പിൽ കാണുന്നു. അവിടേക്ക് ഞാൻ കടക്കാൻ വലിയ ദൂരം താണ്ടി. ശരിയല്ലേ? എൻ്റെ അച്ഛൻ ചെളികുത്താൻ വന്ന ഇപ്പൊ ഒരാള് സുധാരത്തിരിക്കുന്ന ചെളികുത്താൻ വന്ന സുധാരൻ്റെ മോളാണോ ചോദിക്കും. ഇന്ന് പറയും അവിടെ മകൾ അമേരിക്കയിലൊക്കെ പോയി അവൻ്റെ മകള് വരുന്ന വലിയ കാശുകാരാ എന്ന് പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവിടേക്ക് എത്താൻ എൻ്റെ അമ്മയുടെയും പേര് മാറ്റാൻ 23 വർഷക്കാലം ഞാൻ പണിയെടുത്തു. ഇതെന്റെ ന്യൂസ് വന്നതാണ്. തിരിച്ചോളും. ഇത് പത്രക്കാർ ഈ ഒരു വാർത്ത വന്നപ്പം പത്രക്കാർ തേടിയെത്തില്ല. പത്രക്കാർക്ക് MDRT എന്താണെന്നൊന്നും അറിയില്ല. അറിയുമോ? അവരും വിചാരിച്ചിരിക്കുന്ന സുനിത അമേരിക്കയിൽ എന്തോ വലിയൊരു ആളാണ്. എത്ര കോടികൾ അമേരിക്കയിൽ നിന്ന് കിട്ടി, $1 മില്യൺ കണ്ടപ്പോ അവർ വിചാരിക്കുന്ന സുനിതയുടെ ഇന്ന് കോടികളുണ്ട്. ഞാൻ വിചാരിച്ച അങ്ങനെ ഇരിക്കട്ടെ, എങ്കിലും ഒരു നിലവില കിട്ടും. ശരിയല്ലേ? ഒരു നിലവില ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതേ പറ്റൂ. സുധാകരന്റെ മകള് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുന്നപ്പറയിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് കൊച്ച് എന്ന് പറയുന്നിടത്ത് ഇപ്പം അമേരിക്കക്കാരി ഇങ്ങനെ പറയും. സത്യത്തിൽ ഇതെന്താണ്? ഒരു പബ്ലിസിറ്റിയാണ്. ശരിയല്ലേ? ആൾക്കാരുടെ മുമ്പിൽ പബ്ലിസിറ്റി. ഞാൻ കൊടുത്തൊന്നുമല്ല, പേടി ന്യൂസ് അല്ല. ഇത് പത്രക്കാരന് പേടി. ദെൻ ഓക്കെ, ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. വണ്ടി ഒരുപാട് ആൾക്കാർ കാറിൽ പോകുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു. എനിക്കൊന്ന് കാറിൽ കയറാൻ ആഗ്രഹം. എന്നെ ഒന്ന് കയറ്റിക്കൊണ്ടിട്ട് എല്ലാവരും കാറിൽ പോകുന്നവർക്കൊരു ചാട ഉണ്ടല്ലോ. കാറിൽ വന്നിട്ട് ഈ സ്റ്റാൻഡ് വരുമ്പോൾ ഇങ്ങനെ നോട്ടം
ഒരു കാര്യമില്ല, ഇവിടെയുള്ള കാര്യമല്ല പറഞ്ഞു. ഞങ്ങളുടെ എങ്ങനെയാണ് ഈ BMW പോയിട്ട് സ്റ്റാൻഡിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുമ്പോൾ എത്തി നോട്ടുണ്ട്, ഇങ്ങനെ പുറകിലോട്ട് നോക്കും എന്ന് വെച്ചാൽ ഞാനാണ് വണ്ടിയിൽ പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി. ഇവിടുത്തെ ആൾക്കാരല്ലേ പറഞ്ഞേ, ഇവിടുത്തെ ആൾക്കാരല്ലേ പറഞ്ഞേ. ഈ കാറിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കും, എത്തി നോക്കും സൈഡിലേക്ക്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർ ഞാനാണ്, എനിക്ക് ഇത്ര വലിയ വണ്ടിയുണ്ട് എന്ന്. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ 2 മിനിറ്റ് എടുത്തു. എനിക്ക് പ്രദീപ് സാർ ബുക്ക് ചെയ്ത് ഇത്ര വണ്ടിയാണ് തന്നു. ഞാനും ഇപ്പം അങ്ങനെ തന്നെയാണ്. അതിൽ ബസ് സ്റ്റോപ്പിൽ കൂടെ പോകുമ്പോൾ ചരിഞ്ഞ് നടന്നൊരു നോട്ടമുണ്ട്. മകൻ അറിയണം ചെളികുത്തമ്പത് സുധാകരൻ്റെ മകള് ഇന്ന് ഈ നിലയിൽ എത്തിയത്. ഓക്കെ, ഇത് എന്നെ ഗവർണർ വന്ന് ഓണർ ചെയ്തതാണ്. ഇപ്പം 2ാമത്തെ COT ആയില്ലേ. അപ്പം ഗവർണർ വന്ന് ഓണർ ചെയ്തതാണ്. വന്ന വഴി മറക്കാൻ പാടില്ല. പ്രവീണ സാറാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതുകൊണ്ട് പ്രവീണ സാറിൻ്റെ ഒരു ഫോട്ടോ. ഇത് വലിയ പേജ് തന്നെയാണ്. പത്രത്തിൻ്റെ ഫുൾ പേജാണ്. പത്രത്തിൻ്റെ ഒരു ഷീറ്റ് ഫുള്ള് കളർ പേജാണ്. ഇത് ഇങ്ങനെ തന്നെ ലാമിനേറ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെ ഇത്രയും വലിപ്പത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. MS MM ഒക്കെ വന്നിരുന്നു. ശിശുദ്ധ ഡോക്ടർ അമ്പലത്തോട് ഇത് കണ്ടപ്പോൾ എന്ത് തോന്നി നിങ്ങൾക്ക്? അഭിമാനം തോന്നി അല്ലേ? എങ്ങനെ ഇതൊക്കെ വന്നത്? നിങ്ങളെപ്പോലെ ഒരാളല്ലേ. എനിക്ക് മാലയില്ല, 2 ഗ്രാമിൻ്റെ മാലയേ ഉള്ളൂ. എനിക്ക് വളകളൊന്നും ഇല്ല, 1500 വളയേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതൊന്നും പറയുകയല്ല. ഞാൻ പണിയെടുക്കാൻ ഉറച്ച് തീരുമാനിച്ചാൽ പണിയെടുത്തിട്ടേ മടങ്ങൂ. ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ ഞാൻ നേടിയിട്ടേ ഉള്ളൂ. ഞാൻ വിനോദ് സാറൊക്കെ വഴക്കിടാറുണ്ട് ചില സമയത്ത്. എനിക്ക് പ്രൈസ് തന്നിട്ട് വഴക്കിടും. എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ട് പോകും. കാരണം ചിലപ്പോൾ വിനോദ് സാറിന് കിട്ടത്തില്ല, സാറ്റലൈറ്റ് ആണ്, മെയിൻ ബ്രാഞ്ചിൽ കിട്ടും. പക്ഷെ ഞാൻ മേടിക്കും. അതുപോലെ സാറിന് 10 പോളിസി തികയത്തില്ല. സാർ 5 മണി വിളിക്കും, സുനി പ്രസന്റ് എവിടെയാണ് നിങ്ങൾ? എനിക്ക് 10 പോളിസിന് കുറവുണ്ട്. കോതമംഗലം മൂവാറ്റുപുഴ ഫ്രണ്ട് നിൽക്കുന്നത്. നമുക്ക് അമ്പലപ്പുഴ സാറ്റലൈറ്റിന് അവൾക്ക് കുറവാണ്. അതുകൊണ്ട് നമ്മൾക്ക് അപ്പം ഞങ്ങൾ 10 പോളിസി കൊടുക്കും. ചോദിച്ചാൽ ഞങ്ങൾ 7:30 മണിക്ക് 10 പോളിസി കൊണ്ട് കൊടുക്കും. ഒരു ദിവസം 25 പോളിസിയുടെ കുറവ് നിങ്ങളെ വെട്ടിക്കാൻ, കോതമംഗലത്തിന് വെട്ടിക്കാൻ. സാറോട് ചോദിച്ചു, സാറേ നിങ്ങൾക്ക് എത്ര പോളിസിയാണ്? സാറ് പറഞ്ഞ് ഞങ്ങൾക്ക് എത്ര 1000 എത്ര ആയിരുന്നല്ലേ ഇവർക്ക്, നിങ്ങൾക്ക് 1000 ആയെന്ന് പറഞ്ഞു. ഞങ്ങളിലൊക്കെ കോതമംഗലം മൂവാറ്റുപുഴ അടിച്ചു കയറുന്നത് 24 പോളിസി വേണം. ഞാൻ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എവിടെയുണ്ട് ചോദിച്ചു, ക്ലിനിക്കിലാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു 25 പോളിസി. അതെന്തുവാ? ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കൊരു ചെക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓടിച്ചു 25 പോളിസി ഡോക്ടറെ ആക്കി കൊടുത്ത് വീതിച്ച് കൊടുത്ത് നിങ്ങളെ പൊട്ടിച്ചു. അപ്പം ഞങ്ങൾക്ക് മത്സരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മത്സരം ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഇഷ്ടമാണോ? പുറകെ ബാക്ക് ബെഞ്ച് മത്സരിക്കാൻ ഇഷ്ടമല്ലേ? ആണോ? അപ്പൊ ശരി, ഞങ്ങൾ നിങ്ങളോട്ടെ ഇപ്പൊ ഗെയിം നടക്കുന്നത്. ഞങ്ങൾ മൂവാറ്റുപുഴ നോക്കാറുണ്ട്, കോതമംഗലം നോക്കാറുണ്ട്. കാരണം നമ്മളോട് ഇങ്ങോട്ട് പോരാട്ടം ചെയ്യുന്നവരാണ്. എനിക്കിപ്പം ഇഷ്ടം മത്സരിക്കാൻ ഇഷ്ടമാണ്. കാരണം എനിക്ക് LICയിൽ മത്സരിക്കാൻ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഓരോരുത്തരും പഠിക്കും. വാശിയല്ല കേട്ടോ, എനിക്കൊരിക്കലും വാശിയില്ല കേട്ടോ. വാശി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ സാറേ? ഇല്ല. എനിക്ക് ദൃഢനിശ്ചയമുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കും. എന്നെ മെനഞ്ഞാന്ന് വിളിക്കുന്നു സാറ്. ഞാൻ മെനഞ്ഞാന്ന് അവിടെ തൃശ്ശൂർ നിൽക്കുമ്പോൾ എന്നെ വിളിക്കുന്നു, ഇനി നാളെ വരുമോ? ഈ വിനോദ് സാറിന് പെട്ടെന്നുള്ളത് ആക്ഷൻ, നാളെ വരുമോ? നാളെ പുറത്ത് വാ, അല്ല നാളെ കോതമംഗലത്ത് വന്ന്. ഞാൻ ചോദിച്ചു, സാറേ ഞാൻ 12-ാം തീയതി മലേഷ്യക്ക് കൊണ്ടതാ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. പെട്ടെന്ന് ഞാൻ ആൻസർ സാർ വരാം. സാർ കേട്ടില്ലേ? ഞാൻ നോ എന്ന് പറഞ്ഞില്ല, ഞാൻ ആലോചിച്ചില്ല, ഇന്നിവിടെ വരുന്നെന്ന് ആലോചിക്കുന്നില്ല. ഞാൻ സാർ വരാം. കാരണം എന്നെ MD ആക്കി തന്ന ആളാണ്. ശരിയല്ലേ? ഒരു ചെരുപ്പ് തന്ന ആളെ ഞാൻ മറക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? എനിക്ക് 2001 ചെരുപ്പ് തന്ന ആളാണ്. ഞാൻ വന്നവരെ മറക്കാൻ പാടില്ല. എന്നെ MD ആക്കിയ ആളാണ്. ഞാൻ പെട്ടെന്ന് ഈ സാറിനെ എനിക്ക് പരിചയമില്ല. സാറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്നെ MD ആക്കിയ ആളാത്, നോ പറയാൻ പറ്റില്ല. ഇതാരാ പറ്റുന്നൊന്നും എനിക്കറിയില്ല പറഞ്ഞു. ഞാൻ വന്നവരെ മറക്കാൻ പറ്റില്ല. കാരണം ട്രെയിനിങ് നടത്തി എന്നെ ഇന്ന് നിങ്ങളുടെ ഈ മൈക്കിന്റെ മുമ്പിൽ നിർത്തിയത് പ്രവീണ സാറാണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു LIC പറഞ്ഞ നെറ്റ്വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വന്ന വഴികൾ മറക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾക്ക് പിന്നീടത് ഭാവിയിൽ സക്സസ് ആയിട്ട് വരുന്നത്. ശരിയല്ലേ? ഓക്കെ, ബോറടിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ഞാനിപ്പം എൻ്റെ കൂടെ 21 പേര് MD ദുബൈയിൽ വന്നു, 21 പേര്. പക്ഷെ അവിടെ ഞാൻ ഞൂണ്ട് കയറി. ഇദ്ദേഹം ആരാന്ന് എനിക്ക് അറിയില്ല. അയാളോട് ഇതൊരു സാധനം വാങ്ങിച്ചു. ഇത് എന്താണെന്ന് അറിയില്ല. ഇത് ഭാഷയായിരുന്നു, തായ്ലൻഡ് ഭാഷയിൽ എഴുതിയൊരു പേപ്പറാണ്. എനിക്ക് എന്തെങ്കിലും ദുബൈയിൽ നിന്ന് വരുമ്പം സ്പെഷ്യൽ സാധനം കാണിക്കണമല്ലോ. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഇംഗ്ലീഷിൽ, ഇത് സായിപ്പാട്ടോ,
ഞാൻ ഇയാളോട് ഇംഗ്ലീഷിൽ പറഞ്ഞു, സാർ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുമോ ചോദിച്ചു. അയാൾ അവിടെ നിന്ന് ഈ പേപ്പർ എടുത്ത് തന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇത് പിടിച്ചോളാൻ. ഇത് എന്താ ഭാഷയൊന്നും അറിയില്ല, എന്താണെന്ന് അറിയില്ല, തായ്ലൻഡിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അയാൾ തന്നു. എന്റെ കൂട്ടുകാരുടെ ഇവിടെ എളുപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അതിനെ കൊണ്ടുവന്ന് പത്രക്കാർക്ക് കൊടുത്ത്. ഇതെന്താ സംഭവം എനിക്കും അറിയില്ല, പത്രക്കാർക്കും അറിയില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. വെൽക്കം എന്നായിരിക്കും സാർ, ആയിരിക്കാം, വെൽക്കം ആയിരിക്കാം. പക്ഷെ ഇത് എന്റെ ആയിട്ട് വേദിയിൽ ചെയ്തത് ഞാൻ അവിടെ എന്തായി സ്പെഷ്യലായി. എന്റെ കൂടെ വന്ന 21 പേർക്ക് പുഷ്പ കൊണ്ട് വയ്യ. കാരണം ഈ ഫോട്ടോ, ഈ സാധനം എന്റെ കൂടെ ബസ്സിലിരിക്കുന്ന എന്റെ സീറ്റിൽ വെച്ചിരിക്കുക. എന്റെ ഒരു പ്രിന്റഡ് പേപ്പറാണ് വെച്ചിരിക്കുക. എന്റെ കൂടെ വന്നവർക്ക് എന്ത് തോന്നി പുഷ്പ തോന്നി. ഞാൻ അവിടെ എന്താ ചെയ്തേ, സംതിങ് സ്പെഷ്യൽ. ഞാനിവിടെ പത്രക്കാർക്ക് കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്തേ. അപ്പൊ ഇവിടെ വന്നപ്പോൾ പത്രക്കാർ ഓടി വന്ന് സുനിത എന്തുണ്ട്, ഗൾഫിൽ പോയിട്ട് വന്നിട്ട്. ഞാൻ പറഞ്ഞു എന്നെ അവരിങ്ങനെ സ്വീകരിച്ചാണ്. ആ പത്രവാർത്ത കണ്ടിട്ടാണ് ഇദ്ദേഹം എന്നെ അനുമതിക്കാൻ വേണ്ടി ഗവർണർ ഇപ്പൊ റോയൽ പാർക്ക് വന്നെ അനുമതിച്ചത്. ഇതെന്താന്ന് എനിക്കറിയില്ല, ഇതെന്താന്ന് എനിക്കറിയില്ല. എന്നെ അനുമോദിച്ച് ഈ വാക്യം പത്രത്തിൽ കണ്ടിട്ട് അദ്ദേഹം എന്നെ വന്ന് റോയൽ പാർക്ക് വന്ന് ആദരിച്ചു. എങ്ങനെയുണ്ട്? അപ്പൊ എവിടെ വന്നാലും ഇവരെ പോലെ ഇവര് ഏത് വേദി വന്നാലും വണ്ടി വന്നൊരു ചാടും പിടുത്തോ ഉണ്ട്. എന്തിനാന്നറിയാമോ ഇവർക്ക് സീറ്റ് കിട്ടാൻ. ഇത് തന്നെയാണ് ഞാൻ. എനിക്ക് എവിടെയെങ്കിലും പോയ മുൻ സിറ്റി സാർ ശ്രദ്ധിച്ചോന്നറിയില്ല, അത്രയും പേര് 100-200 സ്ത്രീകൾ സെറ്റ് കൊടുത്ത് വന്ന് ഞാൻ മാത്രമല്ല ഫ്രണ്ടിൽ വന്നുള്ളൂ. ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുത്തു ഞാൻ. എന്റെ കൂടെ എന്റെ ഗോപാലൻ സാറെ വിളിച്ചു, സാറേ സാറോടെ വന്ന് നിന്നോ എന്ന് പറഞ്ഞു. കാരണം അത്രയും പേര് നോക്കി നിന്നപ്പോ എനിക്ക് സാറിനോട് നിൽക്കണം. മനസ്സിലായ? അത് എന്തുകൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ മുമ്പിൽ ഇടിച്ചു വീഴുന്നത്. കാരണം നമ്മളെ ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞു വന്നത്, നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നമ്മൾ ഒരടി മുമ്പോട്ട് മാറണം. ശരിയല്ലേ? കറക്റ്റാണ്. അതുപോലെ നമ്മൾ എവിടെ നിൽക്കുന്നോ നമ്മൾ ഒരടി മുമ്പോട്ട് മാറിയാൽ മാത്രമേ നമ്മൾക്കൊരു ചെയ്യൂ. ഓക്കെ സാർ, ഇത് തന്നെയാണ്. ഒരുപാട് സാർ തിരിച്ചു ഇത് ഞാൻ എങ്ങനെയാണ് വിജയിച്ചതെന്ന് പത്രക്കാർക്ക് അറിയണമായിരുന്നു. പത്രക്കാരിക്ക് വന്ന് ഇന്റർവ്യൂ നടത്തി. അവരെന്നെ കഠിനാധ്വാനം പ്ലസ് അർപ്പണബോധം, എനിക്കിട്ട പേരാണിത്. എന്നെ ഇപ്പം എല്ലാവരും അറിയപ്പെടുന്നത് അയൽ ലേഡി എന്നാണ്. ഞാനിട്ട് വേറല്ല, എവിടെ ചെന്നാലും എനിക്കൊരു സീറ്റ് കിട്ടും. കളക്ടറേറ്റിൽ ചെന്നാൽ ഒരു സീറ്റ് കിട്ടും, പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു സീറ്റ് കിട്ടും. എവിടെ ചെന്നാലും എനിക്കൊരു സീറ്റ് അവർ തരും. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അർപ്പണബോധമാണ് എൻ്റെ വിജയം. ഓക്കെ, പത്രക്കാരിട്ടതാണിത്. ഞാൻ വഹിക്കുന്ന സ്ഥാനങ്ങളാണ്. ഒരു 10-25 ഹ്യൂമൻ റൈറ്റ്സിന്റെ ജില്ലാ പ്രസിഡന്റാണ്. ഇതെല്ലാം ഞാൻ ഒരു 10-250 സംഘടനയിലെ അംഗമാണ്. ഞാൻ എന്തൊക്കെ സേവനങ്ങൾ ചെയ്തോ ആ നന്മ മനസ്സാണ് ഈ കാണിക്കുന്നതല്ല. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാ നിങ്ങൾക്ക് തോന്നും അല്ലേ, ഞാൻ പബ്ലിസിറ്റി കമ്മീഷനാണെന്ന് തോന്നുന്നില്ല. ഓരോ പബ്ലിസിറ്റിയും തേടി വരുന്നതാണ്. നമ്മൾ അതിന്റെ പിന്നിൽ കുറേ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളെ തേടി കറക്റ്റ് അല്ലേ? ആണോ? ഓക്കെ സാർ, ഇതാരാന്ന് പറയുമോ? വിനോദ് സാർ എങ്ങനെയാ വന്നത് അറിയുമോ? ഏത് കളക്ടർ ആലപ്പുഴ ചാർജ് എടുത്തോ, ഈ കളക്ടറുടെ പേര് രേണുരാജ് IAS. ഇതാണ് എന്റെ SDM. വിനോദ് സാർ ഇരിക്കുമ്പോൾ SDM ആയിട്ടുള്ള പ്രദീപ് കുമാർ സാറാണ്. ഇരിങ്ങാലപ്പുഴ SDM ആണ് പുള്ളി. ഇദ്ദേഹം ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. എവിടെ വന്നാലും പുള്ളിയുടെ കാര്യങ്ങൾ തെളിയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം രേണുരാജ് IAS വന്ന് ചാർജ് എടുക്കുന്ന ദിവസം എനിക്ക് കളക്ടറേറ്റിലൊക്കെ നല്ല ബന്ധങ്ങളാണ്. ഞാൻ ഇപ്പം ചെയ്ത പോളിസി, ഇപ്പോൾ MTIT നിങ്ങൾക്ക് പറയാമല്ലോ, നിങ്ങൾ ആലപ്പുഴക്കാരല്ലല്ലോ. ഇപ്പം ഞാൻ ചെയ്തത് കളക്ടറുടെയും കളക്ടറുടെ മക്കളുടെയും പോളിസിയാണ് WMTIT ചെയ്തത്. ഒരു കളക്ടറുടെ ഭാര്യ, 2 മക്കൾ, 10 ലക്ഷം. കളക്ടറുടെ പേര് പബ്ലിസിറ്റി ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ആലപ്പുഴ എഴുതി. പുള്ളി പറഞ്ഞു ലാസ്റ്റ് സമയത്ത് ഡിസ്ട്രിക്ട് കളക്ടർ എഴുതിയാൽ മതി പ്രപ്പോസൽ. എൻ്റെ പ്രപ്പോസൽ ഞാൻ തന്നെ ഡിവിഷനിൽ കൊണ്ടുവന്ന് ഞാൻ തന്നെ പാസ്സാക്കി ഞാൻ തന്നെ കാരം മാഡത്തിൻ്റെ അടുത്ത് മേടിച്ച് ബാഗിൽ ഇട്ടിട്ടാണ് പ്രപ്പോസൽ ഡിവിഷനിൽ കൊണ്ടുകൊടുക്കുന്നത്. ഇവിടെ ബ്രാഞ്ചിൽ എത്തിച്ചു. കാരണം അല്ല പിന്നെ അതൊരു വിഷയം പുള്ളി എല്ലാവരും അറിയുന്നതാണല്ലേ. ഒരു കളക്ടറുടെ പോളിസിയാണ് ഇപ്പോൾ എഴുതി WMTIT ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലായത്. ഞാൻ എഴുതി ഇൻഡെക്സ് പ്ലസ് ആണ്. മക്കൾക്ക് എല്ലാവർക്കും അവർക്ക് മറ്റവർക്ക് ഉത്സവമാണ് എഴുതിയത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരം. ഞാൻ കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി തിരുവനന്തപുരം കളക്ടറുടെ പോളിസി എഴുതിയ അതും MTIT ചെയ്തു. അപ്പോൾ ഞാൻ കളക്ടർ വന്നാൽ തന്നെ ഞാൻ ബ്രാഞ്ചിൽ പറഞ്ഞു, സാറേ ഒരു പുതിയ കളക്ടർ വന്നിട്ടുണ്ട്. വിനോദ് സാറിനോട് പറഞ്ഞു, സാറേ പുതിയ കളക്ടർ വന്ന് പോയി പരിചയപ്പെടണം. ജസ്റ്റ് പോളിസിക്ക് പരിചയപ്പെടുന്നതല്ല,
നമ്മളുടെ പേര് അവരുടെ മനസ്സിൽ നിൽക്കാൻ. LIC എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഓർക്കണം. ആദ്യത്തെ ദിവസം വന്ന് ബൊക്ക തന്നു വെച്ചു. ഞാൻ പറഞ്ഞു വിനോദ് സാറും തയ്യാറായി. ഞാനും വിനോദ് സാറും കൂടെ പോയി. ഞങ്ങൾക്ക് ബൊക്കയ്ക്ക് 250 രൂപ ചെലവ്. ഞങ്ങൾ രേണുകാരൻ്റെ പരിചയം. നിങ്ങൾ കൈയടിക്കും പിള്ളേരെ. അപ്പൊ എന്താ ഞങ്ങൾ അവിടെ ചെയ്തത്? ബ്രാഞ്ച് മാനേജരെ അവർക്ക് പരിചയമായി, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ പരിചയമായി, അല്ലെങ്കിൽ എൻ്റെ പരിചയമായി. അപ്പോൾ അവരിനി LIC എന്ന് പറയുമ്പോൾ പറയും ഒരു ബ്രാഞ്ച് മാനേജരും 2 ആൾക്കാർ വന്നിരുന്നു, ഒരു കൊച്ചും വന്നിരുന്നു. പേര് ചിലപ്പോൾ ഒരു പക്ഷേ ഓർക്കണമെന്നില്ല, ജോയിൻ ചെയ്ത ദിവസമാണ്. പക്ഷെ ഇനി എവിടെ ചെന്നാലും വേണം, ഇനി അവരെവിടെ വന്നാലും അവരിനി ആരായി വന്നാലും വേണം, ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ വന്ന് മാഡത്തിനെ പരിചയപ്പെട്ടിരുന്നു. ഓർമ്മ നിൽക്കുമില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുവിടാ? ഒരു സുനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്കൊക്കെ 100 വേണം സെറ്റ് ചെയ്യാം. ശരിയല്ലേ? നിങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം വൈഡൂര്യങ്ങളാണ് ഇരിക്കുന്നതെല്ലാം തിളങ്ങുന്ന വൈഡൂര്യം. ഞാൻ ഒരു മുത്തുമണിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനൊരു മുത്തുമണിയാണെന്ന് മനസ്സിലായില്ല വേണം? ഒരു മുത്താണ്. നിങ്ങൾ ഞാനൊരു മുത്തുമണിയാണ്. ഞാനത് വൈഡൂര്യത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. സാർ ഇത് സർക്കാർ വന്ന അവാർഡ് തന്നതാണ്. ഗവർണർ വന്നപ്പം 4 പേർക്കാണ് അവാർഡ് തന്നത്. ഒന്ന് ഫ്ലൂട്ട് വായിക്കുന്ന രാജേഷ്, നിങ്ങൾക്ക് അറിയോ? രാജേഷ് ചേർത്തിട്ട് രാജേഷ് തന്നു. ഇത് ഹാബിറ്റാറ്റ് കൺസ്ട്രക്ഷൻ ഹാബിറ്റാറ്റ് ഒന്ന് എനിക്ക് തന്നു. ഒന്ന് ഒരു പ്രകാശൻ സ്വാമി എന്ന് പറയുന്ന ഒരാൾ, അയാൾ കുറേ ചാരിറ്റി ഒക്കെ ചെയ്യുന്നു. അപ്പം ഇത് ഇപ്പോൾ പാലായിൽ വെച്ചിട്ട് അവിടുത്തെ MLA വന്ന് ഓർഡർ ചെയ്തതാണ്. ഒരുപാട് സാറ് ഇത് അമൃതാനന്ദമയിയുടെ ബ്രദറാണ്. എനിക്ക് അവരുടെ പോളിസി എനിക്കാണ്. അമൃതാനന്ദമയുടെ പോളിസി ഞാൻ ചെയ്യുന്നത്. ഇതെന്റെ നേതാവാണ്. ആണല്ലേ? ഓക്കെ, ഇതെന്റെ നേതാവാണ്. ഇത് അറിയാമല്ലോ നിങ്ങൾക്ക് ആരാണ്? ആരാ? ഒന്ന് സോണന്മാർ വരും. മണിയുണ്ട്. മറ്റേതാരാ? ഡിവിഷനുള്ളല്ലേ? ആരാ പറ? ഇതാരാ? ഇതാരാ ഇപ്പോഴത്തെ? സാർ പറയണ്ട. ഇതാരാ? പറഞ്ഞില്ല. ആരാ പറഞ്ഞില്ല? ആരാ പറഞ്ഞാരാ? അത് CEO ചെയർപേഴ്സൺ. ഓക്കെ, ഇതൊക്കെ സാർ എടുത്തല്ലേ? ഇതൊക്കെ സാർ ഇതാണ് ഞാൻ. സുന്ദരിയല്ലേ? സുന്ദരിയാണോ? ഇതാണ് ഞാൻ അന്ന് എന്റെ കൂടെ. ഈ കുട്ടിയൊന്നും എനിക്ക് അറിയില്ല. ഇവരെയൊന്നും ഇവരൊക്കെ കൂടെ വന്ന് എടുത്ത് അല്ലേ ഗോവിന്ദ് സാറേ? അങ്കമാലി. ഇവരൊക്കെ എന്നോട് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ ആരോ ആണെന്നാണ് അവരുടെ വിചാരം. അങ്ങനെ വന്ന് എടുത്തതാണ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറെ പെണ്ണുങ്ങൾ നിന്ന് സാരി എടുത്തപ്പോ ഗോപാൽജിക്ക് തോന്നി ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഗോപാൽജി കൈയടിക്കേ. സെഞ്ചൂറിയൻ WMDRT കഴിഞ്ഞ വർഷത്തെ. ഇത് നമ്മുടെ കൊച്ചി പ്രീമിയർ ലീഗിന്റെ നമ്മളുടെ ബിന്ദു റോബർട്ട് മേഡം തന്നതാണ്. വിനോദ് സാർ, നമ്മുടെ പഴയ വിനോദ് സാർ, എറണാകുളത്തിന് വേണ്ടി പിങ്ക് ലേഡി റണ്ണറപ്പ് അത് ഞാൻ മേടിച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ഡിവിഷന് വേണ്ടി അന്ന് കളിച്ചിട്ട് ഞാനാണ് നമ്മുടെ ഡിവിഷന് പിങ്ക് ലേഡി മത്സരത്തിൽ റണ്ണറപ്പ് ആക്കി കൊടുത്തത് കേട്ടോ. കഴിഞ്ഞ പിങ്ക് ലേഡി പറഞ്ഞില്ലേ? ഇത് ഏറ്റവും കൂടുതൽ പോളിസി കൊടുത്തിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ വിളക്ക് കൊളുത്തിയത് കൺവെൻഷൻ, DM's കൺവെൻഷൻ ഞാനാണ് ചെയ്തത്. ഡിവിഷന്റെ DM's കൺവെൻഷൻ വിളക്ക് കൊളുത്തിയത് ഞാനാണ്. ഇത് അത് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഈ മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നത്. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് നേരെ എതിർവശത്ത് ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. അതാണ് എന്റെ ഓർമ്മ. അതെ അതെ. ഇത് ഇതെന്താ സാർ? COT ഇതാണ് എന്റെ COT. ഓക്കെ, ഇത് ഇന്നലത്തെ ഫയർ ഫോഴ്സിന് പോയതാണ്. ഇന്നലത്തെ
ഇന്ന് വാട്സാപ്പില് അല്ല ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ആയിട്ട് അവിടെ നിന്ന് അതിനകത്ത് അതെ ഞാൻ ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം, എന്തിനാ ഫോട്ടോ എടുക്കുന്നത്? നാളെ ഞാൻ ഫേസ്ബുക്കിൽ ഇടും. ആരെങ്കിലും ചോദിക്കണം നീ എവിടെ പോയി, നീ എന്തിനു പോയി? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ LIC ക്ലാസ് എടുക്കാൻ പോകുന്നു. എന്ത് ക്ലാസ് എവിടെ എടുത്തെന്നവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ LIC ക്ലാസ്സാണ് എടുത്തേ ഇല്ല, പക്ഷെ ഞാൻ അതിലൂടെ മാർക്കറ്റിംഗ്. അപ്പൊ ഇവൾക്ക് എന്തും അറിയാം, ഇവള് LIC ക്ലാസ് എടുക്കാൻ പോയി. അപ്പൊ എന്ത് ചോദ്യം ഇവളോട് ചോദിക്കാം, എന്ത് ഡൗട്ടും ഇവളോട് ചോദിച്ചാ അപ്പൊ ഞാൻ പോളിസി പിന്നെ കൊണ്ട് തലയിൽ വെച്ച് കൊടുക്കും. ഇത് ബാലഭാസ്കർ, ഞാൻ ട്രെയിനിങ്ങിന് പോയതാണ്. മധുഭാസ്കർ COT ആയപ്പം പ്രവീൺ സാർ ഓർഡർ ചെയ്യാൻ രാജേഷ് റാവു പണ്ട് നമ്മൾ ക്ലാസ് എറണാകുളത്ത് വെച്ച് എറണാകുളത്ത് ട്രിവാൻഡ്രത്ത് നമ്മളെല്ലാം കൂടെ പോയത്. പിന്നെ ഇങ്ങേറ്റം നിൽക്കുന്ന ആളുടെ അറിയാം, ഇങ്ങേറ്റം ഒരു പൂ പിടിച്ചല്ല അല്ലല്ല കുഞ്ഞുമോൻ ഒറ്റപ്പാതി കുഞ്ഞുമോൻ സാർ അല്ലേ? കുഞ്ഞുമോൻ സാർ. പിന്നെ കുഞ്ഞുമോൻ ഒറ്റപ്പാലം ഇതാണ് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അല്ല ഇവിടെ ആരും വന്നിരിക്കുന്നില്ലായിരുന്നു. ഇദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ലായിരുന്നു. ഞാൻ ചെന്ന് പരിചയപ്പെട്ട് ഫോട്ടോ എടുപ്പിച്ചു. ഈ മധുഭാസ്കറിന്റെ ചാനലുണ്ട്, ഭയങ്കര ട്രെയിനറാണ്, ഭയങ്കര ട്രെയിനറാണ്. അപ്പൊ അത് ഒരു പ്രാവശ്യം 4 പേരെ ചേർത്തെടുത്ത് ഒരു ക്ലാസ്സിനകത്ത് കുഞ്ഞുമോനോട് വന്നിട്ടുണ്ട്. അത് അന്നത്തെ ഫോട്ടോ എന്തോ ഇതോ